ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. കോതമംഗലത്ത് നടന്ന പ്രതിഷേധത്തിൽ മാത്യു കുഴൽനാടനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും അറസ്റ്റിലായിരിക്കുകയാണ്. പ്രതിഷേധത്തിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. 30ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്. ഇതിൻ്റെ ബാക്കി പത്രം എന്നോണമാണ് നിലവിലെ അറസ്റ്റിലേക്ക് പോകുന്നത്. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരും. പ്രദീപ്, ഈ സമരപ്പന്തൽ തുടർന്നുകൊണ്ട് സമരപരിപാടികളുമായി പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നല്ലോ കോൺഗ്രസും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങളും. അതിനിടയിലാണോ അറസ്റ്റ്? 7 മണിയോട് കൂടിയാണ് മാത്യു കുഴൽനാടൻ MLA ഒപ്പം പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസ സമരം തുടങ്ങിയത്. ഈ ഉപവാസ സമര പന്തലിൽ കയറിയാണ് അല്പസമയം മുൻപ് DCC അധ്യക്ഷൻ, എറണാകുളം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിനെ അറസ്റ്റ് ചെയ്തത്. കൂടാതെ മാത്യു കുഴൽനാടൻ MLAയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് പകലുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ MLAയും മുഹമ്മദ് ഷിയാസും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വൈകിട്ട് പോലീസ് കേസെടുത്തിരുന്നു. ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം ഉൾപ്പെടെ മാത്യു കുഴൽനാടന് എതിരെ ചുമത്തിയിരുന്നു. മാത്രവുമല്ല, നേതാക്കളായ ഷിബു തെക്കുംപുറം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരുന്നു. ഏതാണ്ട് കണ്ടാലറിയാവുന്ന മറ്റ് 30ഓളം പേർക്കെതിരെയും കേസെടുത്തിരുന്നു. ഇതിന്റെ ആദ്യപടി എന്നുള്ള നിലയിലാണ് പ്രധാന നേതാക്കളെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഉപവാസ സമരം അനുഷ്ഠിച്ചിരുന്ന പന്തലിൽ കയറിയാണ് പ്രധാന നേതാക്കളായ മാത്യു കുഴൽനാടൻ MLAയെയും ഒപ്പം DCC അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഈ ഉപവാസ സമര പന്തലിൽ പോലീസ് കയറി അതിക്രമം കാണിച്ചതായി കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. വലിയ ബഹളമാണ് ഉണ്ടായത് എന്ന് അവർ പറഞ്ഞു. ഈ ബഹളത്തിനിടെ ഏറ്റവും ആദ്യം മുഹമ്മദ് ഷിയാസിനെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയത്. ഇതേ തുടർന്നുണ്ടായ ബഹളത്തിനിടെ പോലീസ് ഈ സമരപ്പന്തലിൽ കയറി, ഉപവാസ പന്തലിൽ കയറി അതിക്രമം കാണിക്കുകയായിരുന്നു. ഈ അതിക്രമം കാണിച്ചതിനെ ചൊല്ലിയുള്ള ബഹളത്തിനിടെ മാത്യു കുഴൽനാടൻ MLAയെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇരുവരെയും എവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. എന്തായിരുന്നാലും സമരപരിപാടികൾ കടുപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനം. കാരണം ഒരു ജനകീയ വിഷയത്തിന് വേണ്ടിയാണ് ഇന്ന് പകൽ മുഴുവൻ പ്രതിഷേധമുണ്ടായത്. ഈ ജനകീയ വിഷയത്തെ ചൊല്ലിയുള്ള സമരത്തെ അടിച്ചമർത്തുകയാണ് സർക്കാർ നയം. ഇത് അനുവദിക്കാനാവില്ല എന്നുള്ളതാണ് DCCയുടെ നിലപാട്. അല്ല, ഒരു ജനകീയ വിഷയത്തിലാണ് സമരം നടക്കുന്നത്. ആ സമരപ്പന്തലിൽ കയറിയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സമരപ്പന്തലും കോതമംഗലം പോലീസ് സ്റ്റേഷനും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ലല്ലോ. ഈ പോലീസ് സ്റ്റേഷനിൽ അവരില്ല, മറ്റിടത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇതുവരെയും നിലവിൽ എത്തിച്ചിട്ടില്ല. അതേസമയം ജില്ലയിലെ തന്നെ മറ്റ് 2 സ്റ്റേഷനുകളിലായാണ് 2 നേതാക്കളെയും എത്തിച്ചിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കി വരുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതോടെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ ഇന്ന് രാത്രിയിൽ തന്നെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. മാത്രവുമല്ല, സമരപ്പന്തലിൽ കയറി ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതേയില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധമൊന്നും വളരെ പെട്ടെന്നായതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുക്കാനും സാധിച്ചില്ല. ഏതാണ്ട് 10:30 മണിക്ക് ശേഷമാണ് ഇത്തരത്തിൽ സമരപ്പന്തലിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തത്. സമരപ്പന്തലിൽ യുവാക്കളടക്കം നിരവധി പേർ ഉണ്ടായിരുന്നു. വലിയ നിലവിൽ ഈ സമരപ്പന്തലിലെയും കോതമംഗലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും പ്രതിഷേധത്തിനിടയ്ക്ക് ഒരു അറസ്റ്റ് കൂടി ഉണ്ടായപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വരം തന്നെ മാറിയിട്ടുണ്ടാകാം. അല്ല, സ്വാഭാവികമായും പ്രതിഷേധത്തിന്റെ ശബ്ദം മാറും, രൂപം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്പസമയം മുൻപാണ് ഈ അറസ്റ്റ് നടന്നത്. മാത്രവുമല്ല, പ്രധാന നേതാക്കളുമായി ആലോചിച്ച് വേണം മറ്റ് സമരപരിപാടികളെ കുറിച്ച്, അതുപോലെ സമയം ഇത്രയും പിന്നിട്ട സാഹചര്യത്തിൽ എന്ത് തരത്തിലുള്ള സമരപരിപാടികളാണ് നടത്തേണ്ടത് എന്നത് സംബന്ധിച്ച് തിരക്കിട്ട കൂടിയാലോചനകൾ നടത്തുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം സമരപ്പന്തലിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിനുശേഷം മാത്രമേ തുടർ സമരപരിപാടികൾ സംബന്ധിച്ച് ഒരു തീരുമാനം ആവുകയുള്ളൂ. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് മാത്യു കുഴൽനാടൻ MLAക്കെതിരെ കേസെടുത്തിരുന്നത്. അതായത് കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം ലഭിക്കുകയുള്ളൂ. 2 കേസുകളാണ് മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും ഷിബു തെക്കുംപുറവും ഡീൻ കുര്യാക്കോസ് MPയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ എടുത്തിരുന്നത്. ഒന്ന്, പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള കേസിലാണ് മാത്യു കുഴൽനാടൻ MLA 1ാം പ്രതിയായി വരുന്നത്. മറ്റൊന്ന്, മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് ആശുപത്രി സംരക്ഷണ നിയമം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് കേസെടുത്തിരിക്കുന്നത്. കൂടാതെ പൊതുമുതൽ നശിപ്പിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരോട് അപമര്യാദയെ പെരുമാറി തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ഈ കേസെടുത്തിരിക്കുന്ന 30 പേർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. കണ്ടാലറിയാവുന്ന നിരവധി പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ കേസെടുക്കപ്പെട്ട ഏതാനും പേർ ഇതിനോടകം തന്നെ വൈകിട്ടോടെ പോലീസ് കസ്റ്റഡിയിൽ ആവുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് തികച്ചും ജോസഫാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.